ഹായ്, നമസ്കാരം. ഒരു കാലത്ത് രണ്ട് പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ തലിച്ചാലത്തുള്ള അണക്കെട്ട്. ഈ അണക്കെട്ടിനും പറയാനുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ. ഇന്നത്തെ അറിയാതിടങ്ങളിലൂടെയും നമുക്ക് ഈ അണക്കെട്ടിലൂടെ ഒരു യാത്ര പോകാം. നമസ്കാരം വിജയൻ. ഈ തലിച്ചാലം അണക്കെട്ട് നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? വിജയാറിന് ഇവിടെയുള്ള ആളല്ല, അപ്പോൾ വിജയാറിന് ഇതിനെ പറ്റി കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് വിജയാറിന് വിശദീകരിച്ചു. ഏകദേശം എനിക്ക് ഒരു 6-7 വയസ്സുണ്ടാകുന്ന സമയത്താണ് ഈ പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. പാലവും നടന്നു പോകേണ്ട വഴിയും വെള്ളം കിട്ടി തടയാനുള്ള ഉപ്പുവെള്ളം തടയാനും വേണ്ടിയിട്ടാണ് ഈ പാലം. ഏകദേശം 67 കാലഘട്ടത്തിൽ നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിലാണെന്നാണ് എൻ്റെ തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ്. അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയാണ്. ഇത് മൈനർ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് അന്നത്തെ മിനിസ്റ്റർ ആരാണെന്നുള്ളത് നല്ല ഓർമ്മ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഇത് തുടങ്ങി കുറച്ച് കാലം വളരെ നന്നായിട്ട് ഇതിൻ്റെ റെഗുലേഷൻ കൃത്യമായി നടന്നിരുന്നു. പാലയിട്ടിട്ട് കാഞ്ഞങ്ങാട് മൈനർ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് എഞ്ചിനീയർ വന്ന് നോക്കുകയും ഇവിടെ ആളെ ഏൽപ്പിക്കുകയും പാലയുണ്ടാക്കുകയും പാലയിലിട്ട് കൃത്യമായി ഈ കുണിയൻ ഭാഗത്ത് അന്നൂർ ഭാഗത്തെല്ലാം നെൽകൃഷി വളരെ വളരെ ഗംഭീരമായി നടന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പം ഇനി എന്തുണ്ടായാലും കൃഷിയില്ല, റെഗുലേറ്ററോ ഇതൊന്നും ഇല്ല കാര്യമല്ല. ഇപ്പം അതൊന്നും ഇല്ല, എല്ലാ സൗകര്യം ഇല്ലാത്ത കൃഷിയില്ല. പക്ഷേ ആ കാലഘട്ടം അങ്ങനെയല്ല. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പം അന്ന് കൃഷി തന്നെയാണ് ജീവിതം. പൈസ ഇല്ല, സാധാരണക്കാരന് കൃഷി, നെല്ല് ഉൽപ്പാദനം ക്ഷമത വളരെ കൂടിയ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഈ റെഗുലേറ്റർ പിടിച്ച് ഇവിടെ വരാനുള്ള കാരണം. അപ്പോൾ അത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 20 വർഷം അപ്പുറം വരെ കുനിയന ഭാഗത്തെല്ലാം നന്നായിട്ട് കൃഷി നടന്നിരുന്നു. പിന്നെ ഇതിൻ്റെ വർക്കെല്ലാം കുറഞ്ഞു, ഉപ്പ് കയറാൻ തുടങ്ങി, കൃഷിയെല്ലാം ആ ഭാഗത്തില്ലതെല്ലാം പോയി. പിന്നീട് ഈ പാലത്തിന് തന്നെ കുറേ കാലം കഴിയുമ്പം ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. പാലത്തിന് ക്ഷതം സംഭവിച്ചു, പാലത്തിൻ്റെ കൈവരിയെല്ലാം പോയി. പാലത്തിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് നമ്മൾ നടക്കുന്ന ഇത് വീതി കൂട്ടി 987 നായനാർ തൃക്കരിപ്പൂര് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പാലത്തുമ്പോൾ കയറാൻ വേണ്ടി ഒരു വിപുല ശ്രമം നടത്തി എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അദ്ദേഹം കാലെടുത്തേക്കും ഒരാൾ കയറില്ല പറഞ്ഞു തോടാ കയറിയാലി അയാൾ ഒരു കാലെടുത്ത് വെച്ചിട്ട് അയാൾ പോയി. അയാൾ അന്ന് പറഞ്ഞു ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പാലം കുറച്ച് വൃത്തിയാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം കൃത്യമായി വാക്ക് പാലിച്ചിട്ട് ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരടിയോളം വീതി കൂട്ടിയിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷക്കെല്ലാം പോകാൻ പറ്റുന്ന നടക്കാൻ പറ്റുമായിരുന്ന പാലം ഓട്ടോറിക്ഷക്കെല്ലാം പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലാക്കിയിട്ട് അയാൾ തന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വികസിപ്പിക്കാമായിരുന്നു, പക്ഷേ അതിൻ്റെ ഡെപ്ത് പോരാ. കാരണം ഇതിൻ്റെ അടി എത്ര പോരാ, വലിയ വലിയ വാഹനങ്ങൾ പോകണമെങ്കിൽ ഇതിൻ്റെ അടി കോൺക്രീറ്റ് തൂണിന് അത്ര പോരാ. ഇത് ശക്തി ഉണ്ടെന്നെല്ലാം പരിശോധിച്ച് ചെയ്യണം, നടക്കില്ല. അത് പുതിയ പാലം തന്നെ ആവേണ്ടി വരും. ഇപ്പം അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മൾ ആക്കിയ പുതിയ പാലം. ആ കാലഘട്ടത്തിൽ യാത്ര എന്ന് പറയുന്നത് നമുക്ക് നടന്നു പോകാൻ ഈ തൃക്കരിപ്പുരത്തേക്ക് നമ്മളെല്ലാം ഒരു കാലത്ത് മീൻ വാങ്ങാനും മറ്റും പോലെ ഇവിടെയാണ്. ഈ നീലമ്പത്ത് എന്നാണ് നമ്മൾ പറയുക. പച്ച ഓലക്കൊട്ടയിലെടുത്തിട്ട് നമ്മൾ ഇരുന്ന് മീൻ വാങ്ങാൻ വേണ്ടി നീലമ്പത്ത് മത്തിയെല്ലാം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നടന്നിട്ട് പോകുന്ന ഒരു വഴി ആയിരുന്നു. അന്ന് വേറെ വാഹനങ്ങൾ യാത്രയൊന്നുമില്ല. അന്ന് ഒറ്റ ജില്ല, കണ്ണൂർ ജില്ലേൻ്റെ ഭാഗം തന്നെയാണ് രണ്ടും. കാസർഗോഡ് ജില്ലയിലും പിന്നീട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ അത് പാലെല്ലാം വന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലേനെ നല്ല രീതിയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കാരാ തളിച്ചാലം അതുപോലെ തട്ടാർ കടവിലെല്ലാം പാലെല്ലാം വന്നു, നല്ല പുരോഗതി വന്നു. അന്നത്തെ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പം ഈ നാട് എന്ന് പറഞ്ഞാൽ ഒരു അല്ലാത്തൊരവസ്ഥയാണ്. ഏടി എത്തിപ്പെടാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നടപ്പാത പോലും വളരെ ആവശ്യമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് ഇത് വന്നിട്ടുള്ളത്. കൃഷിയും നന്നായിട്ട് കൊണ്ടുപോയി. പിൽക്കാലത്ത് കൃഷി പൊതുവേ ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇടിയും കൃഷിയൊന്നുമില്ല. ഇപ്പോൾ ഉപ്പുവെള്ളം തടിയലും കാര്യങ്ങളൊന്നുമില്ല, റെഗുലേഷൻ ഇല്ല. ഇങ്ങനെ നടന്നു പോകുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. ഇത് കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ് നിങ്ങൾക്ക് കാണും. അതാണ് അതിൻ്റെ ഒരു. മാത്രമല്ല ഈ പാലം അന്ന് പാലത്തിൻ്റെ പണി നടന്നു 300 മീറ്ററിന് അപ്പുറം കരിങ്കല്ല്, ഇതിൻ്റെ തൂണെല്ലാം ഫില്ലറെല്ലാം കരിങ്കല്ലുകൊണ്ട് കെട്ടിയതാണ്. കരിങ്കല്ല് ഉപ്പുവെള്ളത്തിന് നശിക്കാത്തതുകൊണ്ട് 300 മീറ്റർ അപ്പുറം കരിങ്കല്ലിറക്കി ചുമന്ന് കൊണ്ടുവന്ന് അന്ന് ഇവിടെയുള്ള സ്ത്രീകളെല്ലാം ഈ 2 ഭാഗത്തുനിന്നും ബണ്ട് കെട്ടുന്ന ഈ 2 ഭാഗത്തുനിന്നും മണ്ണെല്ലാം കൊണ്ടുവരുന്ന ഒരു ഉത്സവ പ്രതിച്ഛായായിരുന്നു അന്ന് ഈ പാലത്തിൻ്റെ നിർമ്മാണവും കാര്യം. ഈ 2 ഭാഗത്തും ബണ്ട് കെട്ടി ഒരുപാട് മോട്ടർ വെച്ച് വെള്ളം അടിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ടാണ് ഇതിൻ്റെ താഴെ കാരണം ഒരു കോൺക്രീറ്റ് ഉണ്ട്, ഉപ്പ് മണ്ണ് തടയാൻ വേണ്ടി ഉണ്ടാക്കിയ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതെല്ലാം നമ്മൾ സാക്ഷിയാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് കഥകൾക്കും മറ്റും സാക്ഷിയാണ്. അതിനുശേഷം അന്നത്തെ കാലത്തെ കാര്യങ്ങൾ മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ 1 ഉറുപ്പിക വരുമാനത്തിൽ ജോലി ചെയ്താൽ നമുക്കൊന്നും ഒരു ദിവസം അത് പറയുമ്പോൾ ഇപ്പം എല്ലാം ബടായി എന്ന് പറയും. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 67 മിനിസ്ട്രിയിൽ തന്നെ എൻ്റെ ഓർമ്മ 67 മിനിസ്ട്രി തന്നെ അത് പൂർത്തിയാക്കിയെന്നുമാണ് എന്നെക്കാളും പഴമയുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതാണ് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അവിടെയൊക്കെ ഇപ്പോഴും
ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു തരത്തിലേക്ക് ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും കൂടി ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമ്മളുടെ നാടിനെ ആകെ മാറ്റിമറിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എനിക്ക് ചുരുക്കി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് തലിച്ചാലം അണക്കെട്ട്. തലിച്ചാലം പുഴയ്ക്കിരുവശവുമുള്ള പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ പ്രയാസം അനുഭവിച്ച ഒരു കാലത്ത് അവിടുത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിച്ചത് ഈ അണക്കെട്ടാണ്. അന്ന് തൃക്കരിപ്പൂർ ഇളമ്പച്ചി പ്രദേശങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ഭാഗമായിട്ടില്ല. 1967 കാലഘട്ടത്തിലെ മന്ത്രിസഭയാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. അന്നത്തെ കാഞ്ഞങ്ങാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനായിരുന്നു അണക്കെട്ടിന്റെ ചുമതല. അന്നൂർ കുണിയൻ പ്രദേശങ്ങളിൽ കൃഷി സജീവമായിരുന്ന ആ കാലത്ത് ആ പ്രദേശങ്ങളിലേക്ക് ഉപ്പുവെള്ളം കടത്തിവിടാതെ തടഞ്ഞു നിർത്താൻ സഹായിച്ചത് ഈ അണക്കെട്ടായിരുന്നു. ഉപ്പുവെള്ളത്തിൽ ദ്രവിച്ചു പോകാതിരിക്കാൻ കരിങ്കല്ല് പാകിയാണ് അണക്കെട്ടിന്റെ അടിഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, പാലങ്ങൾ അത്ര എളുപ്പമല്ലാതിരുന്ന ആ കാലത്തെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതും തലിച്ചാലം അണക്കെട്ടിന്റെ പ്രത്യേകതയാണ്. ഇതിനോട് ചേർന്ന് പുതിയ പാലം വന്നുവെങ്കിലും ചെറിയ വാഹനങ്ങൾക്ക് ഇപ്പോഴും ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കും. അന്ന് അണക്കെട്ട് തുറക്കാനും അടക്കാനും ആൾക്കാരെ നിയമിച്ചിരുന്നു. ഇന്ന് കൃഷിയില്ലാത്തത് കൊണ്ട് തന്നെ അണക്കെട്ട് ഉപയോഗശൂന്യമായി. വളരെ പ്രകൃതി മനോഹരമായ പ്രദേശമാണ് തലിച്ചാലം അണക്കെട്ടിന് ചുറ്റും. അണക്കെട്ടിൽ നിന്നും പുഴയിലേക്കുള്ള കാഴ്ച നയനമനോഹരമാണ്. ഒരുപാട് പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും ആവാസ മേഖല കൂടിയാണ് പ്രദേശം. വീഡിയോ ആൽബങ്ങൾക്കും ഫോട്ടോഷൂട്ടിനുമൊക്കെയായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. തലിച്ചാലം ഡാം ബോയ്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നിരവധി കായിക മത്സരങ്ങൾ തലിച്ചാലം അണക്കെട്ടിനോട് ചേർന്ന് പുഴയിൽ നടക്കാറുണ്ട്. ഒരു മത്സ്യബന്ധന മേഖല കൂടിയാണിവിടം. സ്വകാര്യ ആവശ്യങ്ങൾക്കും അല്ലാതെയും ധാരാളം പേർ മീൻ പിടിക്കാനായി ഇവിടെ എത്താറുണ്ട്. ഒരു കാലത്ത് ചായക്കടയും മറ്റുമായി സജീവമായിരുന്നു. പഴയ ആളുകൾക്ക് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന പ്രധാന ഇടമായിരുന്നു അണക്കെട്ടും പരിസര പ്രദേശങ്ങളും. യഥാർത്ഥത്തിൽ നല്ലൊരു ടൂറിസ്റ്റ് മേഖലയായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണിത്. പഞ്ചായത്തും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും സഹകരിച്ച് ഈ പ്രദേശം ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റാനുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കുന്ന പദ്ധതികൾ ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.